ഹലോ വെൽക്കം ടു വൺസ്. നമ്മുടെ സെഷനിൽ ഈ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ മെക്കാനിക്സ് മെഷീനറിയിലെ മൊഡ്യൂൾ 4 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ്. അപ്പോൾ ആക്ച്വലി ഗിയർ ട്രെയിൻസ് എന്നൊരു ടോപ്പിക് നമുക്ക് ആ മൊഡ്യൂളിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം എന്താണ് ഗിയർ ട്രെയിൻ, എന്താണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിനിലേക്ക് പറയാം. സോ ഗിയർ ട്രെയിൻ എന്താ? ഒന്നിൽ കൂടുതൽ ഗിയേഴ്സ് ഇതേപോലെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മോഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താവും? അത് ഗിയർ ട്രെയിൻ ആവും അല്ലെ? അതായത് ഗിയേഴ്സ് മെഷിൽ, അതായത് ഗിയേഴ്സ് ഇങ്ങനെ ഒരു ട്രെയിൻ പോലെ ഒന്നിന് പറയുക ഒന്നായിട്ട് എന്ത് ചെയ്യാണ്, ഗിയേഴ്സ് മെഷി കിടക്കുകയാണ്. ഇതിനാണ് എന്താ പറയാ, ഗിയർ ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഗിയർ ട്രെയിൻ എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഈ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ? അവിടെയാണ് നമ്മൾ രണ്ടു തരം ഗിയർ ട്രെയിൻസിനെ പറ്റി നോക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടോ, ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ ഈ ഒരു ഷാഫ്റ്റ് ശ്രദ്ധിക്കുക, ഈ ഷാഫ്റ്റ് ശ്രദ്ധിക്കുക. ഈ ഷാഫ്റ്റിൽ ഒറ്റ ഗിയറേ ഉള്ളൂ. ഓക്കെ, ഈ ഷാഫ്റ്റിൽ ഒരൊറ്റ ഗിയറേ ഉള്ളൂ. ഈ ഷാഫ്റ്റിലാണെങ്കിൽ ഒന്നിന് പിറകെ ഒന്ന് രണ്ട് ഗിയർ ഉണ്ട്. ഈ ഷാഫ്റ്റിലോ ഒരൊറ്റ ഗിയറേ ഉള്ളൂ. ഈ ഒരു ഷാഫ്റ്റും ഒരു ഗിയറും മാത്രമുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഗിയർ സിസ്റ്റം എന്ന് പറയാം. ഈ ആശാനം ഉണ്ടല്ലോ, ഏത് ഒരു ഷാഫ്റ്റിൽ രണ്ട് ഗിയേഴ്സ് വരുന്നതാണ്, അവനാണ് നമ്മൾ കോമ്പൗണ്ട് ഗിയർ സിസ്റ്റം എന്ന് പറയാം. കോമ്പൗണ്ട് ഗിയർ സിസ്റ്റം ഇതെന്താണ്? സിമ്പിൾ ഗിയർ സിസ്റ്റം, ഇത് കോമ്പൗണ്ട് ഗിയർ സിസ്റ്റം. അപ്പോ ഈ സിമ്പിൾ ഗിയർ, കോമ്പൗണ്ട് ഗിയർ, ജസ്റ്റ് സിമ്പിൾ ഗിയേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ പറയും, അത് സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയും. സിമ്പിൾ ഗിയേഴ്സ്, കുറെ സിമ്പിൾ ഗിയേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയും. പക്ഷെ അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കോമ്പൗണ്ട് ഗിയർ കയറി വന്നാൽ നമ്മൾ അതിനെ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, എവിടെയെങ്കിലും കോമ്പൗണ്ട് ഗിയർ കയറി വന്നാൽ അത് നമ്മൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ കോമ്പൗണ്ട് ഗിയറിനെ നമ്മൾ രണ്ട് തരത്തിൽ അറേഞ്ച്മെന്റ് പഠിക്കാറുണ്ട്. നമുക്ക് ആദ്യം അതിന്റെ ബേസിക് അറേഞ്ച്മെന്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒന്നാമത്തെ ഗിയറിനെ കണ്ട, ഈ ബ്ലൂ ഗിയർ എന്താണ്? ഈ ഗ്രീൻ ഗിയറിനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഗ്രീൻ ഗിയർ വേറെ ഒന്നിനെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഗ്രീൻ ഗിയർ എന്ത് ചെയ്യും? ആ റൊട്ടേഷൻ റെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ റെഡ് ഗിയർ എന്ത് ചെയ്യും? ഈ ഒരു യെല്ലോ ഗിയറിനെ ഡ്രൈവ് ചെയ്യും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ ബ്ലൂവും ഗ്രീനും തമ്മിലാണ് മെഷ്, റെഡും യെല്ലോവും തമ്മിലാണ് മെഷ്. ബ്ലൂവും ഗ്രീനും തമ്മിൽ മെഷ്, റെഡും യെല്ലോവും തമ്മിൽ മെഷ്. ഓക്കെ അല്ലേ? യാ. അപ്പോ ഇങ്ങനെയാണ് സിസ്റ്റം വരുന്നത്. ഇനി കോമ്പൗണ്ട് ഗിയറിന്റെ പ്രത്യേകത വെച്ചാലേ, ഈ ഗ്രീനും ഈ റെഡും ഒരേ ഒമേഗയില റൊട്ടേറ്റ് ചെയ്യുക. അതിന്റെ ആംഗുലർ വെലോസിറ്റി ഡിഫറെന്റ്, സെയിം ആയിരിക്കും. ഈ രണ്ടിന്റെയും ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും. പക്ഷെ ഇതിന്റെ ലീനിയർ വെലോസിറ്റി ഉണ്ടല്ലോ, അത് പെരിഫറൽ വെലോസിറ്റി, അത് ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് അതിന്റെ റേഡിയസ് ഡിഫറെന്റ് ആയതുകൊണ്ട് V=R⍵ എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പെരിഫറൽ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ രണ്ടിന്റെയും ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും, പെരിഫറൽ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ ഈ കോമ്പൗണ്ട് ഗിയർ ട്രെയിനിന്റെ കേസിൽ നമ്മൾ സ്പീഡ് റേഷ്യോ എന്നൊരു കാര്യം പഠിക്കാനുണ്ട്. സ്പീഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ സ്പീഡ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഓഫ് ഡ്രൈവർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഫോളോവർ. ഇതാണ് സ്പീഡ് റേഷ്യോ. സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഫോളോവർ, ഇതാണ് സ്പീഡ് റേഷ്യോ. അപ്പൊ നമുക്ക് ഈ ഒരു ഗിയർ ട്രെയിൻ നോക്കാം. ഈ ഗിയറിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തമ്മിലാണ് മെഷ്. പിന്നെ സെക്കൻഡ് ഗിയർ ആയിട്ട് മെഷ് ഇല്ല. പിന്നെ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയർ എന്താണ്? കോമ്പൗണ്ട് ഗിയർ ആണ്. അതുകൊണ്ട് പിന്നെ ആ ഡ്രൈവ് പോകുന്ന തേർഡിലേക്കാണ്. അപ്പൊ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തമ്മിൽ മെഷിലാണ്. പിന്നെ എന്ത് ചെയ്യും? സെക്കൻഡിന്ന് തേർഡിലേക്ക് ആ ഒരു സ്പീഡ് റൊട്ടേഷൻ പോകും. ആ തേർഡ് എന്ത് ചെയ്യും? ഫോർത്തുമായിട്ട് മെഷിലാണ്. ഫോർത്തായിട്ട് മെഷില്ല. പിന്നെ ഫോർത്ത് ഫിഫ്ത്തും കോമ്പൗണ്ട് ഗിയർ ആണ്. പിന്നെ ഫിഫ്ത്ത് സിക്സ്ത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ സെറ്റായിട്ട് അതിന്റെ ഒരു റേഷ്യോ നോക്കാം. അപ്പോൾ N1 ഡിവൈഡ് ബൈ N2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെറ്റിൽ എന്താണ്? 1ഉം 2 ആണ്. സോ 1 2 ഡ്രൈവ് ചെയ്യുന്നു. സോ 1 ആണ് ഡ്രൈവർ, 2 ആണ് ഫോളോവർ. സോ N1 ഡിവൈഡ് ബൈ N2 സ്പീഡ് റേഷ്യോ. അപ്പൊ എന്ത് കിട്ടും? T2 ഡിവൈഡ് ബൈ T1. അത് നമ്പർ ഓഫ് ടീത്തിന്റെ റേഷ്യോയിൽ കിട്ടും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? 3 4ഉം 5 6ഉം അതേ കോമ്പിനേഷൻ എടുക്കാം അല്ലെ? N3 ഡിവൈഡ് ബൈ N4 T4 ഡിവൈഡ് ബൈ T3 എടുക്കാം. അതായത് N5 ഡിവൈഡ് ബൈ N6 T6 ഡിവൈഡ് ബൈ T5 എന്ന് എടുക്കാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഈ ഓവറോൾ സ്പീഡ് റേഷ്യോ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഓവറോൾ സ്പീഡ് റേഷ്യോ എന്താ? ഇതിനൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ N1 ബൈ N2 മൾട്ടിപ്ലൈ ബൈ N3 ബൈ N4 മൾട്ടിപ്ലൈ ബൈ N5 ബൈ N6 T2 ബൈ T1 T4 ബൈ T3 T6 ബൈ T5 എന്ന് കിട്ടും. അപ്പൊ ഇതില്
എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതിൽ N2യും N3യും സെയിം അല്ലേ? രണ്ടിന്റെയും ഒമേഗ സെയിം അല്ലേ? അതെ, രണ്ടിന്റെ ഒമേഗ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ N4ഉം N5ഉം സെയിം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? N4ഉം N5ഉം നമുക്ക് എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തേ ഉള്ളൂ? N1 ഡിവൈഡ് ബൈ N6 ഉള്ളൂ. അപ്പൊ N1 എന്താണ്? ഈ സിസ്റ്റത്തിലെ ഫസ്റ്റ് ഡ്രൈവറും N6 എന്താണ്? ഈ സിസ്റ്റത്തിൽ ലാസ്റ്റ് ഫോളോവറാണ്. സോ ഓവറോൾ സിസ്റ്റം എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പീഡ് റേഷ്യോ എന്താണ്? സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഫോളോവർ എന്ന രീതിയിൽ തന്നെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ കളി മാറും. ഈ T2 എന്താണ്? ഫോളോവർ ആണ്. 4 എന്താണ്? ഫോളോവർ ആണ്. 6 എന്താണ്? ഫോളോവർ ആണ്. അതേപോലെ 1ഉം 3ഉം 5ഉം ഒക്കെ എന്താണ്? ഡ്രൈവേഴ്സ് ആണ്. അപ്പോ ഇതിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഫോളോവർ. അത് ഓക്കെ, ആ സൈഡ് ഓക്കെ. അപ്പുറത്ത് എന്താ എഴുതുക? പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് teeth on followers divided by product of number of teeth on drivers എന്നങ്ങ് വരും അല്ലെ? പ്രോഡക്റ്റ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഫോളോവേഴ്സ് ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രൈവേഴ്സ് എന്ന് വരും. സെറ്റ്. ഇതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിനിന്റെ സ്പീഡ് റേഷ്യോയുടെ ഇക്വേഷൻ. ഇതാ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പീഡ് റേഷ്യോ ഉണ്ട്. ഇത് തിരിച്ചിട്ട് എന്തായി? സ്പീഡ് റേഷ്യോ ഇങ്ങനെ തിരിച്ചിട്ട് എന്താവും? അത് ട്രെയിൻ വാല്യൂ ആവും. ഇതാണ് സ്പീഡ് റേഷ്യോ എങ്കിൽ അത് എന്ത് ചെയ്യാം? ഇങ്ങനെ തിരിച്ചിടാം. അപ്പം കിട്ടുന്ന സാധനമാണ് ട്രെയിൻ വാല്യൂ. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. എല്ലാം രണ്ടും പഠിച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതങ്ങ് പഠിച്ചു വെക്കുക, ഇത് കിട്ടും. അടുത്തൊരു സാധനം കണ്ടോ? റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഇതാണ് ഐറ്റം, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. സോ ഇത് ഗിയർ 1, ഇത് ഗിയർ 2, ഇത് ഗിയർ 3, ഇത് ഗിയർ 4. ഓക്കെ, ഇതില് 2, 3 എന്താണ്? കോമ്പൗണ്ട് ഗിയർ ആണ്. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് ഗിയറിന്റെ വേറൊരു അറേഞ്ച്മെന്റ് ആണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. 1ഉം 2 എന്താണ്? 1ഉം 2 ജസ്റ്റ് സിമ്പിൾ ഗിയേഴ്സ് ആണ്. പക്ഷെ ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് ഗിയറും ഔട്ട്പുട്ട് ഗിയറും ഇതിന്റെ ആക്സിസ് സെയിം ആയിരിക്കും. ഇൻപുട്ട് ഗിയറും ഔട്ട്പുട്ട് ഗിയറും ഇതിന്റെ ആക്സിസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇൻപുട്ട് ഗിയർ ആൻഡ് ഔട്ട്പുട്ട് ഗിയർ ഇവരുടെ ആക്സിസ് സെയിം ആയിരിക്കും. എന്നിട്ട് ഇവരെന്താണ്? മറ്റൊരു കോമ്പൗണ്ട് ഗിയർ ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ ഈ അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയുക? റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. When the axis of the first gear and the last gear are coaxial, then the gear train is known as reverted gear train. അപ്പൊ റിവേർട്ടഡ് ഗിയർ ട്രെയിനിന്റെ കേസിൽ ഈ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റിവേർട്ടഡ് ഗിയർ ട്രെയിനിന്റെ സെന്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ റിവേർട്ടഡ് ഗിയർ ട്രെയിനിലെ സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അപ്പൊ ഇതിന്റെ ഈ സ്പീഡ് റേഷ്യോ ഇതല്ലേ ഡ്രൈവർ, ഇതല്ലേ ഡ്രൈവർ, ഇതെന്താണ്? ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഗിയർ ട്രെയിനിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ആകെ വ്യത്യാസം എന്താണ്? സെന്റർ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനിൽ മാത്രമാണ്, അതായത് സെന്റർ ഡിസ്റ്റൻസ് കാണുന്ന അപ്രോച്ചിൽ മാത്രമാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ സെയിം ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഇനിയും ഗിയർ ട്രെയിൻസ് ഉണ്ട്, എപ്പിസൈക്കിൾ ഉണ്ട്, അതേപോലെ സിമ്പിൾ ഗിയർ ട്രെയിൻ ഒക്കെ പഠിക്കാനുണ്ട്. സോ എപ്പിസൈക്കിൾക്ക് തന്നെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഒക്കെ പഠിക്കാനുണ്ട്. സോ ഇതൊക്കെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ അതുപോലെ ആപ്പിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക് യു.